എന്നും ചീരയിലെയും വഴുതനങ്ങയൊക്കെ പറിക്കുന്നത് കണ്ട് ബോറടിക്കുന്നില്ലേ? നമുക്കിന്ന് കുറച്ച് കാശ്മീരി ചില്ലി പറിച്ചാലോ? അമ്മ ഇതിനു മുന്നേ ഈ ടൈപ്പ് മുളക് നട്ടിട്ടേ ഇല്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നടുന്നത്. അപ്പോൾ എല്ലാം ഏകദേശം പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ പറിക്കുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ദാ ഈ നീളൻ പോലത്തെ ഉണ്ട്, പിന്നെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉരുണ്ട ഒരു ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ഈ ഉള്ളിത്തൊണ്ടൊക്കെ പുളിപ്പിച്ച വെള്ളമാണ് കേട്ടോ അമ്മ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നാലും നിറയെ പുഴുവൊക്കെ ഉണ്ട്, എന്നാലും കുറേയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നിറയെ പിടിച്ചിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പ് മുളകാണ്, എനിക്കൊന്ന് സാധാ പച്ചമുളകാണെന്ന് തോന്നുന്നു. പിന്നെ അതിനിടയ്ക്കൂടെ ചിരക്ക പോയിട്ടുണ്ട്, നിറയെ ചിരക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിരക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിറയെ ഉണ്ടാവുമെന്ന് അമ്മ പറയുന്നത്. പിന്നെ 7 ദിവസത്തെ മൂപ്പേ ഉള്ളൂ ചിരക്കയ്ക്ക്. അപ്പോൾ ഇത് പെട്ടെന്ന് വലുതാവുമല്ലോ, ഞാൻ വലുതായി കഴിയുമ്പോൾ വീഡിയോ ഇടാം കേട്ടോ. പക്ഷെ നിറയെ ഒരുതരം ഈച്ചയുണ്ട്. അപ്പോൾ ഈച്ചയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എല്ലാത്തിനും കവറൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ ഈ ചൂടത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പൊക്കെ കിട്ടാൻ ഈ തഴുതാമ ഭയങ്കര ഹെൽപ്പ് ചെയ്യുമല്ലേ. അപ്പോൾ കുറച്ച് തോരന് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിറയെ ഉണ്ട് തഴുതാമ. പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തെങ്ങ് കണ്ടോ, അടുത്ത വർഷം കായ്ക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷെ അതിൻ്റെ കൂമ്പ് ചെള്ളാന്ന് തോന്നുന്നു. ഇതാ കണ്ടോ, കൂമ്പ് ഒടിച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിറയെ ഈ കുഞ്ഞു കുഞ്ഞു തൈകൾ ഓരോന്നിൻ്റെയൊക്കെ മുളച്ച് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് മാറ്റി നട്ടു. പിന്നെ അതൊക്കെ ആവശ്യമില്ലാത്ത കൈകളൊക്കെ വെട്ടിക്കളഞ്ഞു. സാധാരണ തെങ്ങ് ഒരുക്കുന്നത് മഴക്കാലത്താണെന്ന് അമ്മ പറയുന്നത്. പക്ഷെ ഇതിപ്പോൾ ചെള്ളൊക്കെ കയറി കൂടിയതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കുവാണ്. ചോട്ടിലൊക്കെ നിറയെ കരിയിലൊക്കെ കൂട്ടി മണ്ണൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ പണികൾ.